ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വെജിറ്റബിൾ ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾ ഒരു ക്യാരറ്റ്, ഒരു പൊട്ടറ്റോ, ഒരു സവോള, 3-4 ബീൻസ്, പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഒരു 3 പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. നമ്മുടെ പിള്ളേരൊക്കെ വെജിറ്റബിളൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തതാണല്ലോ. അപ്പോൾ അവർക്ക് നമുക്ക് കഴിക്കാനും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കിങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെജിറ്റബിളെല്ലാം കഴിയതിന് ശേഷം അത് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. നമ്മുടെ ഉപ്പുമാവിനൊക്കെ വലിയ കഷ്ണങ്ങളായിട്ടൊന്നും നമ്മുടെ വെജിറ്റബിൾ അരിഞ്ഞെടുക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ നമുക്ക് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് ഓവർ കുക്കൊന്നും ആയി പോവണ്ട. നമ്മൾ ഉപ്പുമാവ് കഴിക്കുമ്പോഴൊന്ന് കടിക്കണ പരുവത്തിൽ അത്രയും നമുക്ക് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം നമുക്കതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് റവയ്ക്ക് ഒരു 2.25 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് വെട്ടി തിളയ്ക്കാനായിട്ട് വയ്ക്കണം. വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ റവയും കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് തിക്കിപ്പൊത്തി വെച്ച് അതൊന്ന് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ആവി കയറ്റാൻ വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചൊക്കെ കൊടുത്താൽ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ടാറ്റാ.